ഇന്ന് ഞാനൊരു നാച്ചുറൽ ഹെയർ ഡൈയുടെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം നമുക്ക് ഹെന്ന ചെയ്യാതെ എങ്ങനെ നീലയമരി മാത്രം വെച്ച് നമ്മൾക്ക് മുടി കളർ ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. സാധാരണ നമ്മൾ ഹെന്ന പാക്ക് ഇട്ട് അതിന് ശേഷമാണല്ലോ നീലയമരി മുടിയിൽ ചെയ്യേണ്ടത്. അപ്പോഴാണല്ലോ നന്നായിട്ട് കറുത്ത് വരുന്നത്. ഇന്ന് ഇപ്പം നമ്മൾക്ക് ഹെന്ന പാക്ക് റെഡി ആയിട്ടില്ലെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ഫംഗ്ഷന് പോകണമെങ്കിൽ ഹെന്ന പാക്ക് റെഡി ആക്കണമെങ്കിൽ നമുക്ക് ഒരു ദിവസം മുന്നെങ്കിലും നമ്മൾ ചെയ്തു വെക്കണം. ഞാൻ സാധാരണ 2 ദിവസം മുന്നേ ചെയ്യാറുണ്ട്. അത് മാത്രമല്ല, കുറച്ച് മാത്രം നര വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് കെമിക്കൽ ഡൈ ചെയ്യാതെ ഇതുപോലെ നീലയമരിപ്പൊടി മാത്രം വെച്ച് നിങ്ങൾക്ക് ഡൈ ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ ഇത്രയും നന്നായി തന്നെ മുടിയിലുള്ള ഡൈ ഒക്കെ പോയിട്ടുണ്ട്. എന്നാൽ തന്നെ ഞാൻ നീലയമരി വെച്ച് എങ്ങനെയാണ് മുടി കറുപ്പിക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത്, ഞാൻ ഇവിടെ ടീ ഡിക്കോഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇതിന് വേണ്ടി ആദ്യം നമുക്ക് വേണ്ട ടീ ഡിക്കോഷനാണ്. അതിലേക്ക് 2 സ്പൂൺ ചായപ്പൊടിയും അതേപോലെ തന്നെ കാപ്പിപ്പൊടിയും വേണം നമ്മൾക്ക്. ഇത് ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് തിളച്ച് കുറുകി 1 ഗ്ലാസ് വരെ ആവുന്നത് വരെ വേണം നമ്മൾ ചെയ്യാൻ. അതും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആവരുത് ഒരിക്കലും. നമ്മളിത് കുറുക്കിയെടുക്കുന്നത് ലോ ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ചിട്ട് തന്നെ നമ്മളിത് കുറുക്കിയെടുക്കണം. എന്നാലേ നമുക്ക് ഈ ഡിക്കോഷൻ നല്ല കളറുള്ളത് കിട്ടുള്ളൂ. ഇപ്പോൾ നന്നായി ഫ്ലെയിം ഇതുപോലെ പൊക്കി വെച്ച് തിളച്ച് വരുമ്പം ഫ്ലെയിം കുറച്ചിട്ട് നമ്മളിത് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. ഇത് നീലയമരി തേക്കുമ്പോൾ നമ്മുടെ മുടി നല്ല ഡ്രൈ ആകുന്നുണ്ടല്ലോ, അതുകൂടി കുറക്കാൻ ഈ ഡിക്കോഷന് കഴിയുന്നുണ്ട്. നല്ല സോഫ്റ്റ് ആയിരിക്കും. പിന്നെ കളർ കൂടി നന്നായി മുടിയിലേക്ക് പിടിക്കാൻ സഹായിക്കും. ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ. ഇനി നമുക്ക് വേണ്ടത് ചെമ്പരത്തി പൂവാണ്. ചെമ്പരത്തി പൂ പണ്ട് മുതൽ തന്നെ നമ്മുടെ ടെക്സ്റ്റൈൽ ബിസിനസ്സിൽ കൂടി കളർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഫ്ലവറാണ്. അത്രയ്ക്കും കളറിങ് ഏജൻ്റാണ് ഈ ചെമ്പരത്തി പൂ. ഈ ചെമ്പരത്തി ഉപയോഗിച്ച് പണ്ടുള്ളവർ താളി ഒക്കെ ചെയ്യുന്നത് കൊണ്ടാണ് അവരുടെ മുടിയൊന്നും കാലകാലങ്ങളായിട്ടും മുടി നരക്കാതിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തലേ ദിവസം വിരിഞ്ഞ പൂവുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. ഞാനിവിടെ ഫ്രഷായ ചെമ്പരത്തി പൂ തന്നെ എടുക്കുന്നുണ്ട്, കുറച്ചധികം ഉള്ളത് കൊണ്ട്. അപ്പോൾ ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ തലേ ദിവസത്തതും എടുക്കാം അതിൻ്റെ കൂടെ. പിന്നെ ചെമ്പരത്തിപ്പൂ നമ്മുടെ നീലയമരിയുടെ കളറ് നന്നായി കൂട്ടുന്നത് മാത്രമല്ല, നമ്മുടെ മുടിക്ക് നല്ല സോഫ്റ്റ്നെസ്സും തരും. നമ്മൾ വേറെ ഒരു താളിയോ ഷാമ്പൂ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇത് ചേർക്കുന്നതുകൊണ്ട് തന്നെ. ഈ പൂവിൻ്റെ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കണം. പിന്നെ ഇനി നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ്. ബീട്രൂട്ട് വാങ്ങിക്കുമ്പോൾ ഇതുപോലെ നല്ല കളറുള്ള ബീട്രൂട്ട് തന്നെ വാങ്ങിക്കണം കേട്ടോ. ഇപ്പോൾ ഇതുപോലെയുള്ള ബീട്രൂട്ടിൻ്റെ അകത്ത് നല്ല കളറായിരിക്കും. ഇപ്പോൾ ഞാനിത് ഇതിൽ ഒരു ചെറിയൊരു പീസ് മാത്രമേ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളൂ. ഇപ്പോൾ ഈ ചെറിയ പീസ് ഒന്നും ഞാൻ എടുക്കുന്നില്ല. ഞാൻ കഴുകിയിട്ടാണ് മുറിച്ചത്. ഇതിൻ്റെ തൊലിയൊന്നും കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ തന്നെ മുറിച്ച് അരച്ചെടുക്കണം. അപ്പോൾ ചെറിയ പീസൊന്നും ആക്കേണ്ട ആവശ്യമില്ല. കുറച്ച് വലിയ പീസായി തന്നെ ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. ഈ ബീട്രൂട്ട് കൂടി ചേരുമ്പം ഇതിന് വളരെ നല്ല കളർ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും ചേർത്ത് എങ്ങനെയാണ് മുടിക്ക് തേച്ച് പിടിപ്പിക്കേണ്ടത് കൂടി ഞാൻ പറഞ്ഞു തരാം. ഇനി ഇതിൻ്റെ കൂടെ വേണ്ടത് നമുക്ക് നീലയമരി പൊടിയാണ്. നീലയമരി പൊടി വാങ്ങിക്കുമ്പോൾ എപ്പോഴും നിങ്ങൾ നല്ല ബ്രാൻഡ് നോക്കി തന്നെ വാങ്ങിക്കണം. നല്ല ഓർഗാനിക് പൊടി തന്നെ വാങ്ങിക്കണം. പിന്നെ ഒന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളത് നല്ല കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കുന്നത് നല്ല കേട്ടോ. പുറത്ത് കുറേ നാൾ വെക്കുമ്പോൾ അതിൻ്റെ ആ കളറൊക്കെ മാറുന്നുണ്ട്. ഇപ്പോൾ ഇത് ഞാനിവിടെ എടുത്തിട്ട് നീലയമരി ഇലയാണ്, ഫ്രഷ് ഇല തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ കൂടെ അരക്കാൻ വെക്കാം. ഞാനിത് ഇന്നലെ പറിച്ച് നീലയമരി ഇലയാണ്. ഇപ്പോൾ ഇന്നത്തേക്ക് ഒത്തിരി ഒന്ന് വാടിയിട്ടുണ്ട്. ഞാനത് പൊടിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു കൊണ്ടുവന്നത്. അപ്പോൾ പൊടിയാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് അരച്ചെടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഈ അരക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വെള്ളം ചേർത്ത് അരക്കരുത്. ഇതൊന്ന് അരഞ്ഞതിന് ശേഷം വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. പിന്നെ നിങ്ങൾ ഇൻഡിഗോ പൗഡർ വാങ്ങിക്കുമ്പം നിങ്ങളെപ്പോഴും ഒരേ ബ്രാൻഡ് നോക്കി തന്നെ വാങ്ങിക്കാൻ ശ്രമിക്കണം കേട്ടോ. ഒരു പ്രാവശ്യം വാങ്ങിക്കുമ്പോൾ അത് നല്ല ബ്രാൻഡാണെങ്കിൽ അത് തന്നെ വാങ്ങിക്കാൻ നോക്കുക. കഴിയുന്നതും ആരെങ്കിലും വീട്ടിലുണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് വാങ്ങിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഞാൻ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ബീട്രൂട്ടൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഒന്ന് നന്നായിട്ട് അടിഞ്ഞ് കിട്ടും. അതിന് ശേഷം വേണം നമ്മളിത് ഈ ടീ ഡിക്കോഷൻ ഒഴിച്ച് കുറേശ്ശായി ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യം കുറച്ച് ഡിക്കോഷൻ ഒഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒന്ന് അരച്ചതിന് ശേഷം നമുക്ക് വീണ്ടും ബാക്കിയുള്ള കൂടി ഒഴിച്ച് അരച്ചെടുക്കാം. പിന്നെ ഹെന്ന പൗഡർ ആകുമ്പോൾ നമുക്ക് 2-3 മണിക്കൂറൊക്കെ മുടിയിൽ വെക്കേണ്ടി വരും. ഇപ്പോൾ ഇതാകുമ്പോൾ നമ്മൾക്ക് 1 മണിക്കൂർ വെച്ചാൽ മതി. അപ്പോൾ അധികം പാക്ക് തലയിൽ ഇടാൻ പറ്റാത്തവർക്ക് കൂടി ഇതൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇത്രയും സ്മൂത്തായിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടും കേട്ടോ. അത് പറ്റുന്നത്ര സ്മൂത്തായിട്ട് വേണം അരച്ചെടുക്കാൻ. പിന്നെ നിങ്ങൾ ഇതുപോലെ ഇൻഡിഗോ പൗഡറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതിൽ അരക്കുമ്പോൾ ചേർക്കണം എന്നില്ല. മറ്റേത് അരച്ചിട്ട് അതിലേക്ക് ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അത് അരിച്ചെടുത്തിട്ട് ആ ജ്യൂസിൽ മിക്സ് ചെയ്താലും മതി. അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇത് സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ കളർ മാറും. ഇപ്പോൾ തന്നെ ഒരു ഡാർക്ക് പേർപ്പിൾ കളറാണ്. കുറച്ച് സമയം വെക്കുമ്പോൾ തന്നെ ഇതാ കറുപ്പ് കളറായി മാറുന്നുണ്ട്. ഇനി നമുക്ക് മുടിയിലേക്ക് അപ്ലൈ ചെയ്യാം. അധിക സമയമൊന്നും വെക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിതാ ഒരു
അരമണിക്കൂറിൻ്റെ അകത്ത് തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്ലൈ ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കൂടി കാണിച്ചു തരാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു 2 പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിരുന്നു. അതിൻ്റെ വീഡിയോ ഇതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അതുണ്ടാകുമ്പോൾ കുറച്ചും കൂടി കളറ് കിട്ടാൻ സഹായിക്കുന്നുണ്ട് ഇൻഡിഗോ പൗഡറിന്. അപ്പോൾ അതുകൂടി നിങ്ങൾ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇത് നന്നായിട്ട് തന്നെ ഇതേപോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ നരച്ച മുടിയുള്ള ഭാഗത്ത് മാത്രം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. മുടി മൊത്തം ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എവിടെയൊക്കെയാണോ നരയുള്ളത് അവിടെ മാത്രം ചെയ്താൽ മതി. പിന്നെ നമ്മൾ ഹെന്ന പാക്ക് ഇടുമ്പോൾ മുടി മൊത്തം ഹെന്ന പാക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇത് ഇൻഡിഗോ ചെയ്യുമ്പം മൊത്തം ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. കളർ പോയ ഭാഗത്ത് മാത്രമേ ഇട്ട് കൊടുക്കാറുള്ളൂ. കളർ പോകാത്ത മുടിയിലൊന്നും ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. എപ്പോഴും നമ്മളെ ഫ്രണ്ടിലായിരിക്കും കളർ പോയിട്ടുണ്ടാവില്ല, താഴെ അടിഭാഗത്തൊന്നും ഉണ്ടാവില്ല, കളർ പോയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ മേലെ മാത്രം ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് കെട്ടി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണി, ഞാനിപ്പോൾ ഇതാ 1 മണിക്കൂറിലധികം സമയമായി വെച്ചിട്ട്. അപ്പോൾ നമ്മളെ ജോലിയൊക്കെ എപ്പോഴാണോ കഴിയുന്നത് ആ സമയത്ത് നമുക്കിത് വാഷ് ചെയ്യാം. കുറച്ച് കൂടുതൽ സമയം വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് നീരിറക്കമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഇതൊന്ന് കഴുകി കളയുമ്പോൾ നിങ്ങൾ ഇപ്പോൾ കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ പെട്ടെന്ന് അത്രയും കളർ കിട്ടില്ല, അല്ലാത്തവർക്ക് പെട്ടെന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കുറച്ച് ബാക്കി എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം ഒന്നുകൂടി ഇട്ട് നോക്കിയാൽ മതി. ഇല്ലെങ്കിൽ ഇത് മുടി ഒന്ന് ഉണങ്ങി കഴിയുമ്പം വീണ്ടും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ ഞാൻ കുളി കഴിഞ്ഞു, ഇപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമല്ലോ. ഇപ്പോൾ എല്ലാം കൂടി ബ്ലാക്ക് ആയിട്ടുണ്ട്. ഇടയ്ക്ക് 1 or 2 കുറച്ചുണ്ടാവും. ഈ സൈഡിലേക്ക് കൂടി ചെറുങ്ങനെ ഒരു ബ്രൗൺ കാണുന്നുണ്ട്. പക്ഷേ അത് ഉണങ്ങുമ്പോൾ അതൊന്നും കാണുന്നില്ല കേട്ടോ. അപ്പോൾ ഇത്ര മാത്രമേ നമ്മൾക്ക് നാച്ചുറൽ ഡൈ ആകുമ്പോൾ കിട്ടുള്ളൂ. അല്ലാതെ കെമിക്കൽ ഡൈ ചെയ്യുന്ന പോലെ അങ്ങനെ ഫുൾ കറുപ്പായിട്ട് നമുക്ക് അത്രയും ഒരു ഡാർക്ക് കറുപ്പൊക്കെ കിട്ടണമെന്നില്ല നമ്മളിത് ചെയ്യുമ്പം. പിന്നെ അങ്ങനെ കിട്ടണമെങ്കിൽ നമ്മൾ ഹെന്ന ചെയ്തതിന് ശേഷം തന്നെ നീലാമ്പരി ചെയ്യണം. പക്ഷേ ഇതിപ്പം എനിക്ക് അത്ര കുഴപ്പമില്ലാണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. 1-2 എണ്ണം കുറച്ച് ബ്രൗൺ ആയിട്ട് കാണുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ എല്ലാം മുഴുവനായി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഉണങ്ങുമ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. എന്നോട് കഴിഞ്ഞ പ്രാവശ്യം ആരോ കാണിക്കാൻ പറഞ്ഞിരുന്നു, മുടി ഉണങ്ങിയതിന് ശേഷമുള്ള വീഡിയോ കൂടി ഇടണമെന്ന് പറഞ്ഞിരുന്നു. അതാണ് കേട്ടോ ഞാൻ ഇന്ന് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കെല്ലാം എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോ കാണാൻ വേണ്ടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാൽ മാത്രമേ ഞാനിടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ വീഡിയോസൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നോട് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.